സർക്കാരിന് ശമ്പളം മുടങ്ങത്തില്ല ഒന്നാമത്തെ കാര്യം. ടെക്നിക്കലായ ചില ഇഷ്യൂസ് ഉണ്ട്. അവരുടെ പ്രതിഷേധം നല്ലതാണ്. ഞങ്ങളും ഡൽഹിയിൽ ഇപ്പോൾ പോയി പ്രതിഷേധിച്ചിട്ട് വന്നതാണ്. മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാം സാധാരണഗതിയിൽ ഈ മാസം കിട്ടേണ്ട, ഒരു നിയന്ത്രണം ഇല്ലാതെ കിട്ടേണ്ട 13,000 കോടി ഉണ്ട് എന്ന് അവർ സുപ്രീം കോടതി പറഞ്ഞു. കേസ് കൊടുത്ത വിഷയമല്ല. അപ്പോൾ കിട്ടേണ്ട 13,000 കോടി തരാതെ ഈ 6-ാം തീയതി 7-ാം തീയതി സുപ്രീം കോടതി വരുന്ന കേസാണ്. അങ്ങനെ വരെ കേസിൽ പെടുത്തിയപ്പോൾ അത് കേരളത്തിലോട് കാണിക്കുന്ന വലിയൊരു അനീതിയാണ്. ഈ പ്രതിഷേധം രാജ്ഭവൻ്റെ മുന്നിലോ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ് ഓഫീസിന് മുന്നിലേക്ക് ഒരുമിച്ച് പോകാൻ നമ്മൾ തയ്യാറാണ്. അതുകൊണ്ട് ആ പ്രതിഷേധം നല്ലതാണ്. കേരളത്തിന് കിട്ടേണ്ട പണം കിട്ടാത്തതാണ് പ്രശ്നം. ശമ്പളം മുടങ്ങില്ല. ഇത് ഡൽഹിയിലൊക്കെ സമരം നടത്തിയതിൻ്റെ ഒരു ഗുണം കൂടിയാണോ ഇതൊക്കെ? അതിൻ്റെ ഗുണമാണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പം ഡൽഹി സമരം നടത്തി അതിനുശേഷം സുപ്രീം കോടതി പോയി. സുപ്രീം കോടതിയിൽ ഉൾപ്പെടെ പോയപ്പോൾ ചർച്ച ചെയ്ത് ഈ പ്രശ്നം ന്യായമായിട്ടുള്ളത് തരാനുള്ളത് പരിഹരിക്കണമെന്ന് പറഞ്ഞിട്ട് പോലും നമുക്ക് ഈ മാസം 13,600 കോടി രൂപയുടെ കണക്ക് അവർ പറഞ്ഞല്ലോ. ആ 13,600 കോടി കൊടുക്കാനുണ്ട്. പക്ഷേ കേസ് പിൻവലിച്ചാലേ തരൂ എന്നല്ലേ അവർ പറഞ്ഞേ. അപ്പം യഥാർത്ഥത്തിൽ ആ കിട്ടാനുള്ളത് കിട്ടിയിട്ടില്ല. അപ്പം അത് വലിയ സ്ട്രഗിൾ ചെയ്ത് ഞാൻ സ്റ്റേറ്റ് നിൽക്കുന്നത്. കാരണം ഈ മാസം 22,000 കോടി രൂപ സാധാരണഗതിയിൽ ചിലവ് വരും. 13,600 കോടി കിട്ടാനുണ്ടെങ്കിൽ പോലും പിന്നെയും ബാധ്യതയുള്ളൊരു സ്ഥലത്ത് ആ 13,600 കോടി തരാതിരിക്കുക പറഞ്ഞാൽ കേരളത്തിലെ ജനങ്ങൾ കഞ്ഞി കുടിക്കണ്ട, മരുന്ന് വാങ്ങണ്ട, സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞതിനർത്ഥം. അതുകൊണ്ട് അതിശക്തമായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഈ നിലപാടിനെതിരെയാണ് ശബ്ദം വരേണ്ടത്. 6-ാം തീയതി 7-ാം തീയതി സുപ്രീം കോടതിയിൽ കേസ് വരികയാണ് വീണ്ടും. ടെക്നിക്കലായ ഇഷ്യൂവും ഈ പറഞ്ഞ പ്രശ്നങ്ങളുണ്ട്. ഞാൻ ഒരു കാര്യം ഉറപ്പ് പറഞ്ഞല്ലോ, ശമ്പളമോ പെൻഷനൊക്കെ കിട്ടി, ശമ്പളമോ പെൻഷനോ ഈ മാസം ഈ ദിവസങ്ങളിൽ കിട്ടേണ്ടത് കിട്ടാതിരിക്കില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ അത് കിട്ടുമെന്ന് തന്നെയാണ് അർത്ഥം. കാരണം ഈ ടെക്നിക്കലായി ഈ പ്രശ്നങ്ങളുടെ ഉണ്ട്. പെൻഷൻ കുടിശ്ശിക വേറെയാണ്, ഇത് സർവീസ് പെൻഷനാണ്. പെൻഷൻ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന സർവീസ് മറ്റേ സോഷ്യൽ സെക്യൂരിറ്റിയാണ്. എല്ലാ തരത്തിലും പണം വലിയ തോതിൽ കുറച്ചിട്ടുണ്ട്. ഞാനിപ്പം അവിടെ എല്ലാവരും കാണുമായിരിക്കുമല്ലോ, മീഡിയ ടൗണിൽ കാണും. നിങ്ങൾ പിന്നെ വന്നതേ ഉള്ളൂ.